കർണാടകയിലെ കേപ്രിട്ടൺ എന്ന ദ്വീപിൽ നിന്നും ഷെഫ് റോബിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കെല്ലാം സുപരിചിതമായതും ആ പേര് കേട്ടാൽ തന്നെ നാവിൽ വെള്ളമൂറുന്നതുമായ ബിരിയാണിയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലോകത്തിലെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളിൽ ഒന്ന് ബിരിയാണിയാണ്. മട്ടൻ ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. മട്ടൻ ബിരിയാണിക്കായി 6 സവാള തൊലി കളഞ്ഞതിന് ശേഷം വളരെ തിന്നായി സ്ലൈസ് ചെയ്യുക. ഇതിൽ 3 സവാള പൊരിച്ചെടുക്കാനും 3 സവാള മട്ടൻ മസാലയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് 1/2 കപ്പ് അണ്ടിപ്പരിപ്പും 1/2 കപ്പ് ഉണക്കമുന്തിരിയുമാണ്. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പൊരിക്കാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 3 സവാള തിന്നായി സ്ലൈസ് ചെയ്ത് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്ത സവാളയുടെ 1/3 ഭാഗം മട്ടൺ മാരിനേറ്റ് ചെയ്യാനും ബാക്കി ഭാഗം ബിരിയാണി ദം ചെയ്യുമ്പോഴുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഉണക്കമുന്തിരി ഫ്രൈ ചേർക്കാം. ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചേർക്കാം. പൊരിച്ചെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ബിരിയാണി ദം ചെയ്യുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് മട്ടൺ മാരിനേറ്റ് ചെയ്യാം. എല്ലോട് കൂടിയ 1 കിലോഗ്രാം മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബോളിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 100 ഗ്രാംസ് തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ എടുക്കുക. അടുത്തതായി 5 പച്ചമുളക് പിളർന്നത് മാരിനേഷനിലേക്ക് ചേർക്കുക. ഫ്രഷ് മിന്റ് ലീവ്സ് 1/2 കപ്പോളം ചോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ 1/3 ഭാഗം ഈ മാരിനേഷനിലേക്ക് ചേർക്കുക. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി മാരിനേഷനിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയുടെ 1/3 ഭാഗം ചേർക്കുക. മാരിനേഷൻ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇറച്ചി കഷ്ണങ്ങൾ ചേർത്ത് നന്നായി പുരട്ടിയെടുക്കുക. മാരിനേറ്റ് ചെയ്ത മട്ടൺ മസാല പിടിക്കുന്നതിനായി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് മട്ടൺ മസാലയ്ക്ക് വേണ്ടിയുള്ള ചേരുവകൾ എടുക്കാം. 2 ബേ ലീവ്സ്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 10 ഗ്രാമ്പു, 1 തക്കോലം, 8 ഏലക്ക, 4 ഇഞ്ച് നീളമുള്ള 1 കറുവാപ്പട്ട, 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്,
ഫ്രഷ് മല്ലിയില ചോപ്പ് ചെയ്തത് 1 കപ്പ്, 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1/2 കപ്പ് നെയ്യ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് മട്ടൺ മസാല തയ്യാറാക്കാം. പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ മട്ടൺ കുക്ക് ചെയ്യുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് സവാള പൊരിക്കാൻ നമ്മൾ ഉപയോഗിച്ച എണ്ണയിൽ നിന്നും 1/4 കപ്പ് ഒഴിക്കുക. നെയ്യ് ചേർക്കാം. അടുത്തതായി മുഴുവൻ ഗരം മസാല ചേർക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 സവാള ചേർത്തിളക്കുക. നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും. സവാള അല്പം മൂത്ത് കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിളക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കായപ്പൊടി ചേർക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം മട്ടനുമായി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് 2 വിസിൽ അടിക്കുന്നതുവരെ വേവിക്കുക. വീഡിയോയിൽ കണ്ടതുപോലെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി കുക്കറിനെ അടുപ്പിൽ നിന്നും മാറ്റുക. കുക്കറിനകത്തെ ആവി പോയി കഴിഞ്ഞു മാത്രം കുക്കർ തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കറിലെ ആവിയെല്ലാം പോയി കഴിഞ്ഞു. ഇനി കുക്കർ തുറക്കാം. മട്ടൻ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്.
നല്ല കൊഴുകൊഴുത്ത മട്ടൺ മസാല ദം ബിരിയാണിക്കായി തയ്യാറായിരിക്കുകയാണ്. ഇനി ദം ഇടുന്നതിനായി ഓവൻ 120 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ചോറ് 5 കപ്പ് ബസുമതി അരി ദം ബിരിയാണിക്കായി പാകത്തിൽ വേവിച്ചെടുത്തതാണ്. ഇത് എങ്ങനെ വേവിക്കണമെന്നുള്ള കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ദം ചെയ്യുന്നതിനായി അടുത്തതായി വേണ്ടത് 100 ml കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമുക്ക് ദം ഇടാൻ ആരംഭിക്കാം. അല്പം കട്ടിയുള്ള പാത്രമാണ് ദം ഇടാൻ ഉപയോഗിക്കുക. ആദ്യം കുറച്ച് മസാലയുടെ ഗ്രേവി പാത്രത്തിൽ പരത്തുക. അതിന് മുകളിലായി അല്പം ചോറ് വിതറുക. കുറച്ച് സവാള പൊരിച്ചത് ചേർക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തത് ചേർക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ പൊരിച്ചെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വിതറുക. അതിനു മുകളിൽ വീണ്ടും ചോറ് വിതറുക. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് പരത്തി ഒഴിക്കുക. വീണ്ടും അല്പം ചോറ് വിതറുക. അതിനു മുകളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മട്ടൺ മസാല പരത്തുക. മസാല കവർ ചെയ്ത് വീണ്ടും ചോറ് വിതറുക. വീണ്ടും സവാള പൊരിച്ചതും മല്ലിയിലയും പുതിനയിലയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വിതറുക. അതിനു മുകളിലായി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. വീണ്ടും ചോറ് വിതറുക. ബാക്കിയുള്ള മട്ടൺ മസാല മുഴുവൻ പാത്രത്തിലേക്ക് പരത്തുക. അതിനു മുകളിലായി ബാക്കിയുള്ള ചോറ് മുഴുവൻ പരത്തുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സവാള പൊരിച്ചതും മല്ലിയിലയും പുതിനയിലയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വിതറുക. അവസാനമായി ബാക്കിയുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഒഴിക്കുക. ട്രഡീഷണൽ മെത്തേഡിൽ ഈ പാത്രത്തിൻ്റെ അടപ്പും മാവ് കൊണ്ടുണ്ടാക്കിയ ഡോയും ഉപയോഗിച്ചാണ് പാത്രം നന്നായി സീൽ ചെയ്യുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ വെച്ച് ഒട്ടും ആവി പോകാത്ത വിധത്തിൽ നല്ല ടൈറ്റായി പാത്രം മൂടുക. ഇനി ഈ ദം ചെയ്ത ബിരിയാണിയെ 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ അവനിൽ വെച്ച് 30 മിനിറ്റ് നേരം വേവിക്കുക. അരമണിക്കൂറായി അവനിലുള്ള ദം ബിരിയാണി പുറത്തെടുക്കുക. സ്വാദിഷ്ടമായ മട്ടൺ ദം ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പി ചൂടോടെ കഴിക്കാവുന്നതാണ്. 10 പേർക്കുള്ള പോർഷനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. ഇതുപോലുള്ള രുചികരമായ റെസിപ്പികൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടോക്കിംഗ്.